വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് ഗൈസ്. അപ്പം അഡ്വാൻസ് ഹാപ്പി ഓണം. ഇത് ഓണത്തിൻ്റെ തലേദിവസം രാത്രി നടക്കുന്ന കാര്യങ്ങളാണ്. ഓണത്തിൻ്റെ അന്ന് നമുക്ക് ഫുഡ് വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം രാത്രി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പം 9H വന്നിട്ടുണ്ട് നമ്മളെ ഫ്ലാറ്റിലോട്ട്. ഇനി കുറച്ച് പേരും കൂടി എത്താനുണ്ട്. അപ്പോൾ ഓൾറെഡി ഓൺ ദ വേ. ജയശേഖരനും വരുന്നുണ്ട് അബുദാബിയിൽ നിന്ന്. ഓക്കെ, ഇപ്രാവശ്യം അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു ഓണം. അങ്ങനെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗ്യാസ് തീർന്ന വിവരം ഞാൻ അറിഞ്ഞത്. ഗ്യാസ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് കുമ്പളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാ ആദ്യം 9H കുമ്പളമാണ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെയാ ഉണ്ടാക്കേണ്ടതെന്നെങ്കിലും ആയിട്ടിട്ടാ. ഒരു സദ്യ എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. ഇതാണ് ഇവിടുത്തെ വലിയ പയർ. കണ്ടോ? ഇതെന്തിനാന്ന് വെച്ചാല് ഇത് നമുക്ക് ഓലൻ ഉണ്ടാക്കാനാണ്. അപ്പം ആദ്യം പയർ നമുക്ക് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ചെത്തിക്കഴിഞ്ഞു. രണ്ടുപേരായിട്ട് എങ്ങനെയൊക്കെയല്ലോ. ഏകദേശം എത്ര മണിയാവുന്നെല്ലാം കഴിയും. സാമ്പാറ് അങ്ങനത്തെ തോന്നുന്നു ഏകദേശം 8 മണിയാവും. കൂടുതലായാലും സ്പിരിറ്റിൽ കേൾക്കുക. അടുത്ത ആഴ്ച വരെ കഴിക്കുക. ഒരാഴ്ച റെസ്റ്റ്. അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ബാക്കിയൊക്കെ ഒരാഴ്ചകളിലല്ലേ തോന്നുന്നു. വയറ് കുറച്ച് കൂടുതലായി. ഈ വെള്ളത്തിൽ ഇട്ടിട്ടാകുമ്പോഴാണ് ഭയങ്കര വലുതായിട്ട് വരുന്നല്ലേ. നല്ലോണം ഉള്ളത് പോലെ തോന്നും. ഇത് ചെറുതാക്കല്ലേ? അതെ, ബീട്രൂട്ടല്ലേ? ഞാൻ ഗ്രേറ്റർ തരാം. ഗ്രേറ്ററിൽ ഇട്ടാലെന്താ ഗ്രേറ്റർ അതല്ല, അത് പൊട്ടി. ഞാൻ ഉദ്ദേശിച്ചത് ഇതെങ്ങനെ പാത്രത്തില് വെച്ചിട്ട് വേറെ ചെറുതിന് ഇപ്പാക്കി വെച്ചോ.
അതൊന്ന് പറ. ഗൈസ് ഇതൊന്നും നൈനേറ്റിക്ക് അറിയാത്ത പണിയാണ്. പാവം. ഇങ്ങനൊക്കെയല്ലേ നല്ലോണായിരുന്നു അല്ലേ? ഇത് ഇപ്പൊ വഴറ്റുന്ന സമയത്ത് ചിലപ്പോ ചുരുങ്ങി വരൂലേ? ഒരു മണ്ണ കിട്ടാനത് 2 പേരാണ് തുടങ്ങി. അങ്ങനല്ലേ പഠിക്കലല്ലേ? എനിക്കറിയില്ലേ. ഞാന് ഇങ്ങനത്തെ ഒക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന. വീട്ടില് ആക്കൂലേ അവിടെ? വീട്ടില് ഈ ബീട്രൂട്ട് കൊണ്ടൊന്നും ഇത് എന്റെ ചേച്ചി ആക്കിന് ഒരു പ്രാവശ്യം. അത് പരിക്കോർമ്മ ഓണത്തിന് തന്നെ തോന്നും. അല്ലാതെ നിക്കാൻ പറ്റില്ല. അല്ല നമ്മള് അങ്ങനെ ആക്കലുണ്ട്. എത്താ ഓ തേങ്ങ നമ്മളങ്ങനെ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായി. ഇനി നമുക്കത് പച്ചടി ആക്കാൻ വേണ്ടിയിട്ട് എന്താ തേങ്ങയിൽ എന്തൊക്കെ വേണം? പച്ചമുളക്, ഇതിന്റെ പേരെന്താ? ജീരകം. പേര് കിട്ടൂല, അത് പറട്ടെ. ഞാനൊരു പച്ചമുളക് കൊണ്ടുവച്ചിരുന്നല്ലോ. അതെന്തെന്ന് കേട്ട്. ആ ഇതന്നെ 2 മതിയല്ലേ? അല്ലെങ്കിൽ ഇത് എരിവില്ലാത്താന്ന് തോന്നുന്നു. മിസ്റ്റർ ഷെഫ് ജിത്തു ജിത്തോട്ടാ ഒരു ഹായ്. എന്തായത്? ഓണം സ്പെഷ്യൽ. ഒരാളിവിടെ പണിയെടുത്ത് അവശയായി കാറ്റുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുന്നു. എന്ത് വളക്കുന്നു? എന്ത് തേങ്ങ സാമ്പാർ ഫുഡ് കൂട്ടുകറി കാളൻ പിന്നെന്തി വളൻ ഓല പച്ചടി കിച്ചടി. ഞാൻ 2 മൂന്നായി സാമ്പാർ ചോറിലുണ്ടാക്കണം. ചോറായിട്ട ഗായ്സ് ഇതിൻ്റെ ഇടയിൽ കുറേ കറികളൊക്കെ ആയി. സമയം ഇപ്പോൾ കുറേ ലേറ്റായി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഇത്ര താമസിച്ച് എടുക്കാൻ സ്റ്റോപ്പായി പോയി. കണ്ടില്ലേ ഒരാളുടെ അവസ്ഥ? ഇതാണ് സാമ്പാറിന് കുറച്ചും കൂടി ഇതാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഓണം വ്ളോഗ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചെപ്പിലലി അമ്പലത്തിലേക്കാണ്. എല്ലാവരും സുന്ദരന്മാരായിട്ടാണ് എത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് കാണിച്ചത്. എല്ലാവർക്കും മലയാളത്തിൽ പറയാൻ പറഞ്ഞു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊരിയുന്ന വെയിലാണ് ഗൈസ്. അത്യാവശ്യം നടക്കണം അല്ലേ? അത്യാവശ്യം നിങ്ങൾ നടക്കേണ്ടി വരും. വെയിലായിട്ട് മുഖമൊക്കെ നിങ്ങൾക്ക് നോക്കാനും പറ്റില്ല. ഒരാൾക്ക് മുണ്ടെടുത്ത് ഒരാളതിന് ഷൂ കൂടെ ഷൂ ഇട്ട് നടക്കുകയാണ്. ഇതാണ് നയന ചേച്ചിയുടെ ഔട്ട്ഫിറ്റ്. രാവണൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ ഫ്രണ്ടൊക്കെ
നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റായി പോയി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തുന്ന സമയത്ത് ഒരു 10 മണിയുടെ അടുത്ത് ആയിട്ടോ. ജബലലിയിലാണ് അമ്പലം വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇവിടത്തേക്ക് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ജിത്തോട്ടിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം എല്ലാവരും കൂടിയിട്ട് ഇവിടത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഓണത്തിന് അമ്പലമല്ലേ ഫസ്റ്റ്, നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ. ഇത് ഗുരുദ്വാറാണ്. ഗുരുദ്വാർ, ചർച്ച്, അമ്പലം, അങ്ങനെ 3 എന്താ പറയുക മതങ്ങളും ഒന്നു ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇത് ഒരു ഭയങ്കര രസമാണ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കൂടാതെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിലാണ്. കരിഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. ഹലോ ഹലോ ഹലോ. ഇതുവരെ ദർശനത്തിനായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ഹാളുണ്ട്. ഇങ്ങനെ കല്യാണമൊക്കെ നടത്തുന്ന ഒരു പാർട്ടി ഹാൾ പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ്. മുകളിലാണ് ദർശനം ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ ക്യൂ നിന്നിട്ട് നിൽക്കണം. ചെയറൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ചെയറിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് മുകളിലുള്ള ദർശനം. അതിൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ. ഇത് ശിവനും പാർവതിയും ആണ് ഇവിടെ മെയിനായിട്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. पोंगल का नहीं तो ये होने तो पार्टी देना पड़ेगा. ഇന്നത്തെ പാലട പായസം ശിവാട്ടിന്റെ അങ്ങനെ പാലട പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് പറഞ്ഞു തന്നെ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. ഇത് ഏത് സ്റ്റെപ്പാ എന്തൊക്കെ ഇട്ടോ പെട്ടോ അളക്കാൻ മാത്രം വന്നിട്ട് അങ്ങനെ ഇവിടെ പാലട തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് സേമിയ തിളക്കുന്നു, ഓഫ് ചെയ്യുന്നു, തിളക്കുന്നു, ഓഫ് ചെയ്യുന്നു. അതങ്ങനെ ഇത് തിളച്ചു പറയുന്നില്ലല്ലോ. ഇപ്പുറത്ത് ചോറ് ഗൈസ്. അടുത്തതായി എന്റെ ഇളക്കൽ. പാലട നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ പോയി വന്നു. എൻ്റെ അടുത്ത ഡ്രസ്സിലേക്ക് ഞാൻ മാറി. ഇപ്പൊ നമ്മള് പായസം ഉണ്ടാക്കുന്നു. കറികളൊക്കെ
ഓൾമോസ്റ്റ് ഇന്നലെ രാത്രി ഉണ്ടാക്കി. കുറച്ചെണ്ണം രാവിലെ നമ്മളുടെ പൊന്നു ഡിഷേച്ചി സൂചിപ്പിക്കാനല്ല കേട്ടോ, ഡിഷേച്ചിയും ദീപോട്ടനും കൂടി നമ്മൾ അമ്പലത്തിൽ പോയ സമയം കൊണ്ട് രസം എന്തല്ലോ രസം, പരിപ്പ്, കാബേജ് തോരൻ ഒക്കെ തയ്യാറാക്കി വെച്ചു. ബാക്കിയൊക്കെ നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കി. ഇപ്പൊ പായസവും ചോറും കൂടി ആയാലും ആയി. പിന്നെ പപ്പടം കാച്ചാറുണ്ട്. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അതെ അങ്ങനെ വിളിച്ചിട്ട് ആരെ പോട്ടിക്കുന്നു ഈ കൊണ്ടരാ ഷെഫ് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇതെൻ്റെ കമ്പനിയിലത്തെ കൊളീഗ്സാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്. ജിൻഷാദയ്ക്കും ഫിറോസാണ്. അവർക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇതിൽ രണ്ടുപേര് ജിത്തോടിൻ്റെ കസിൻസാണ്. അതുപോലെ തന്നെ ഇവർ സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പയ്യനും ഇവരുടെ കൂടെ തന്നെ ഉള്ളതാണ്. സെയിം കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത്. ഈ ഒരു ഓണം സത്യം പറഞ്ഞാൽ നാട്ടിൽ ആഘോഷിച്ചൊരു ഫീല് എനിക്ക് കിട്ടി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കലും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഫുഡ് വാങ്ങിച്ചായിരുന്നു. ഞാനും ചിത്തോടനും മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഫുഡ് ജസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചത്രേ ഉള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, എല്ലാവരും വിളിച്ചു. നമ്മൾ എന്താ പറയുക, നമ്മൾ അടുത്ത ആൾക്കാരൊക്കെ വിളിച്ചു, ഫുഡൊക്കെ കൊടുത്തു. നമ്മൾ അവസാനം ഫുഡൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. ഈ ഒരു സമയത്ത് ആകുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡൊക്കെ ആയി. ഫുഡ് കഴിക്കാനും കുറച്ചൊന്ന് ലേറ്റായി. പക്ഷേ എന്താ പറയുക, നല്ല സന്തോഷമായി. ഇപ്പോൾ പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു പ്രോപ്പർ സദ്യ പോലെ തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. നമ്മളെ നാട്ടിലാവുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാത്തിനും ഒരു സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഉണ്ടാവാറുണ്ട്. ഓണത്തിനായിക്കോട്ടെ വിഷുവിനായിക്കോട്ടെ. പക്ഷെ എല്ലായിടത്തും അങ്ങനെയില്ല. ഓണത്തിന് സദ്യ എന്ന് പറയുമ്പോൾ അതിൽ നോൺ വെജ് ഉണ്ടാവാറില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഫുഡ് ഉണ്ടാക്കി. എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല ഉണ്ടാക്കിയത്. ഫുഡ് അറിയുന്നതൊക്കെ ഇതിലെല്ലാ ഐറ്റംസും അറിയുന്നതൊന്നുമല്ല. കുറേ കാര്യങ്ങളൊക്കെ അറിയാത്ത ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷെ ഫ്ലോപ്പായിട്ടില്ല എന്തോ ഭാഗ്യത്തിന്. അടിപൊളിയായിരുന്നു എല്ലാം. സാമ്പാർ സദ്യയുടെ കൂടെ 2 തരം പായസമൊക്കെ ഉണ്ടാക്കി കേട്ടോ. അടയും ഉണ്ടാക്കി, സേമിയും ഉണ്ടാക്കി. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ പായസത്തിൽ പഴമൊക്കെ കുഴച്ച് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു അപാര ടേസ്റ്റ് തന്നെയായിരുന്നു ലാസ്റ്റ്. അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. ഗായ്സ്, ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഓണം സെലിബ്രേഷൻ. അടിപൊളിയായിരുന്നു. നമ്മളെ കൊണ്ടാവുന്ന പോലെ അടിപൊളിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അല്ലേ തോട്ടാ? നമ്മളുടെ ഫ്രണ്ട്സ് വന്നു, ഫാമിലി എന്ന് പറയാൻ വേണ്ടി ജയശേട്ടനുണ്ടായിരുന്നു, പിന്നെ കസിൻസ് അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ട് അല്ലേ അടിപൊളിയായി. ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. ഇപ്പം വൈകുന്നേരം എത്ര മണിയായി? എല്ലാം കഴിയുമ്പോൾ 5:30 യോഗ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഓണം വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ